കാട്ടാനയുടെ ആക്രമണത്തിൽ സംസ്ഥാനത്ത് ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്നയാളാണ് മരിച്ചത്. വെള്ളാഞ്ചേരി സ്വദേശി രാജുവിനാണ് ജീവൻ നഷ്ടമായത്. കാട്ടാനയുടെ ആക്രമണത്തിൽ നാട്ടുകാരും CPIM പ്രവർത്തകരും പ്രതിഷേധിച്ചു. സ്ഥലത്തെത്തിയ MLA ഉഷാ വിജയനെ പ്രതിഷേധക്കാർ തടഞ്ഞു. ദൃശ്യങ്ങളിലേക്ക്. വനം വകുപ്പിന്റെ 5000 5 ലക്ഷം കൊണ്ടൊന്നും ആരുടെ പ്രശ്നമില്ല. വനം വകുപ്പിന്റെ 5 ലക്ഷം കൊണ്ട് പറയേ വേണ്ട, ആ വർത്തമാനം പറയണ്ട. ഇന്ന് കൊടുക്കണം, അത് കൊടുക്കണം. അതുകൊണ്ട് ഗവൺമെന്റ് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കണം. ഗവൺമെന്റ് നഷ്ടപരിഹാരം വെക്കണോ? ഇതിന് മുമ്പവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. ഡിപ്പാർട്ട്മെന്റിന് 5 ലക്ഷം കൊണ്ട് മാത്രം പറ്റില്ല. ആസത്തൊക്കെ ജോലി കൊടുക്കണം. അങ്ങനെ കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ. അങ്ങനെ ഒരു അനുഭവമുള്ള ഞങ്ങളായത്. പിന്നെന്താ ഇവിടെ വന്ന് ആരും തിരിഞ്ഞു നോക്കാത്ത? ആദ്യമായിട്ടുണ്ടായ ഒരു സംഭവം അല്ല ഇത്. ഇതിങ്ങനെ കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടല്ലോ. 14 ലക്ഷം രൂപയോളം നമ്മൾ സാധാരണയായിട്ട് കൊടുക്കുന്നതാണ്. അതിൽ 5 ലക്ഷം രൂപ നമ്മൾ സ്പോട്ടിൽ കൊടുക്കുകയും ചെയ്യും. അതുമാത്രമല്ല, ഈ പറയുന്ന റവന്യൂ വകുപ്പിന്റെയും അതുപോലെ വനം വകുപ്പിന്റെയും ഇനി ബാക്കിയുള്ള ഇതുപോലുള്ള ദുരന്തമില്ലാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ പോവുകയാണ്. നേരത്തെയും ഇത്തരം സംഭവം നടന്നിട്ടുണ്ടെന്നും ഇത് ആദ്യമായിട്ടല്ലല്ലോ എന്നുമായിരുന്നു MLAയുടെ പ്രതികരണം. ഇപ്പോൾ MLA ഉഷാ വിജയന്റെ അധ്യക്ഷതയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. സബ് കളക്ടർ അതുൽ സാഗറും സ്ഥലത്തെത്തിയിട്ടുണ്ട്. കാളിദാസൻ ദേവദത്തം വയനാട്ടിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. കാളിദാസൻ, ദൗർഭാഗ്യകരമാണ് അവിടെ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ. വയനാട്ടിൽ ഇനിയൊരു കാട്ടാന ആക്രമണത്തിൽ ഒരു മനുഷ്യജീവൻ പൊലിയരുത് എന്ന് കരുതിയാണ് കഴിഞ്ഞ ആഴ്ചയിൽ കൃഷിമന്ത്രിയുടെ അധ്യക്ഷതയിലൊക്കെ അവിടെ വലിയ യോഗം, ഉന്നതതല യോഗമൊക്കെ ചേർന്നത്. അതിൽ പക്ഷേ പിന്നീട് തീരുമാനങ്ങൾ എന്തായി എന്ന് അറിഞ്ഞിരുന്നില്ല. അതെങ്ങനെ നടപ്പിലാക്കണമെന്നതും സംബന്ധിച്ച വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ ഇപ്പോൾ ചെറിയ പ്രതിഷേധവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ശാശ്വതമായ പരിഹാരമാണ് വേണ്ടത് നാട്ടുകാർ പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. അപ്പോഴാണ് ഒരു ജീവൻ കൂടി പൊലിയുന്നത്. അവിടെ എത്തിയ MLAയുടെ ഒരു പരാമർശവും അതിപ്പോൾ വിവാദത്തിലായിട്ടുണ്ട്. ഇതൊക്കെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു പരാമർശം ഉഷാ വിജയന്റെ ഭാഗത്ത് ഉണ്ടായത്. ഇത് ആദ്യത്തെ സംഭവമല്ലല്ലോ, അത് കൃത്യമായ നഷ്ടപരിഹാരം നൽകും എന്നൊക്കെയാണ് MLA അവിടെ പറഞ്ഞത്. അത് അങ്ങനെ ഒരു പരാമർശം, പ്രതികരണം നടത്താനിടയുടെ സാഹചര്യം എന്താണ്? ഇപ്പോഴത്തെ ചർച്ച, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്? വിശദാംശങ്ങൾ. പ്രജിൻ, ഈ തിരുനെല്ലി കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ തോട്ടം തൊഴിലാളി മരിച്ച ആ സംഭവത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രി അല്പസമയം മുമ്പ് അരങ്ങേറിയത്. വലിയ രീതിയിൽ ജനപ്രതിനിധിയും കളക്ടറും ഒക്കെ തന്നെ എത്തണമെന്നുള്ള ആവശ്യം തന്നെയായിരുന്നു പ്രതിഷേധക്കാർ ഉയർത്തിയിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് ആദ്യഘട്ടത്തിൽ ജനപ്രതിനിധി മാനന്തവാടി MLA സ്ഥലത്തെത്തണം എന്നുള്ള ഒരു ആവശ്യമായിരുന്നു ആദ്യഘട്ടത്തിൽ ഉയർത്തിയിരുന്നത്. എന്നാൽ ജനപ്രതിനിധി വന്നതിന് ശേഷം DFO സ്ഥലത്തെത്തണം, കൂടുതൽ തീരുമാനങ്ങൾക്ക് എടുക്കാൻ DFO സ്ഥലത്തെത്തണം, കൂടുതൽ അധികൃതർ സ്ഥലത്തെത്തണം, കളക്ടർ സ്ഥലത്തെത്തണം എന്നുള്ള ആവശ്യമൊക്കെ ഉയർത്തുകയായിരുന്നു. MLA തടയുന്നൊരു സാഹചര്യം കൂടിയുണ്ടായി. അപ്പോഴാണ് MLAയുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിലൊരു പ്രതികരണം കൂടി വന്നത്. MLA അത്രയും നേരവും ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ള ഒരു ആരോപണമാണ് പ്രതിഷേധക്കാർ ഉയർത്തിയിരുന്നത്. എന്നാൽ MLA രാവിലെ തന്നെ ഈ പരിക്കേറ്റ ഈ തോട്ടം തൊഴിലാളിയെ കാണാൻ എത്തി എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇവിടെ എത്തിയ MLAയുടെ കൂടി എത്തിയ ആൾക്കാരുടെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം എന്നുള്ളത്. അതായത് മരിക്കുന്നതിന് മുൻപേ തന്നെ ഈ തോട്ടം തൊഴിലാളിയെ എത്തി മാനന്തവാടി MLA കണ്ടിരുന്നു, സന്ദർശിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നാൽ പ്രതിഷേധക്കാർ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നതും അതുതന്നെയാണ്. അതായത് MLA ആരെങ്കിലും പറഞ്ഞിട്ടാണോ MLA ഇവിടെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ട് വരേണ്ടത്, മൃതദേഹം കാണാൻ എത്തേണ്ടത് എന്നുള്ളതൊക്കെ തന്നെയായിരുന്നു പ്രതിഷേധക്കാരും ഉയർത്തിയിരുന്ന ആരോപണം എന്നുള്ളത്. എന്നിരുന്നാലും നിലവിൽ അകത്ത് ചർച്ച നടക്കുകയാണ്. സബ് കളക്ടർ അതുൽ സാഗർ അടക്കം എത്തി ചർച്ച നടക്കുന്നു. മാനന്തവാടി MLA ഉഷാ വിജയനും മാനന്തവാടി MLAയുടെ അധ്യക്ഷതയിലാണ് ഇപ്പോൾ ആ ചർച്ച നടക്കുന്നത്. അടിയന്തരമായി ഇന്ന് തന്നെ ധനസഹായം നൽകണം, അതിൽ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് 5 ലക്ഷം രൂപ നൽകണമെന്നുള്ളതാണ് സ്വാഭാവികമായുമുള്ള ഒരു നടപടി പ്രക്രിയയാണ്. ഇപ്പോൾ നമുക്ക് കാണാം ഈ മൃതദേഹം, പ്രതിഷേധം ഒന്ന് ശാന്തമായിരിക്കുന്നു, ഒന്ന് അയഞ്ഞിരിക്കുന്നു. മൃതദേഹം ആംബുലൻസിൽ കയറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ആംബുലൻസ് ഇവിടുന്ന് എടുക്കണമെങ്കിൽ ഈ കാര്യത്തിലൊരു പരിഹാരം വേണം. അത് കൃത്യമായി തന്നെ അറിയിച്ചിരിക്കണം. അധികൃതർ എത്തി ഈ ചർച്ചയ്ക്ക് ശേഷം എത്തി എന്താണ് നടപടി എന്നുള്ളത് കൃത്യമായി അറിയിച്ച ശേഷമേ ആ നടപടി കുടുംബത്തിനും തൃപ്തികരമാണെങ്കിൽ മാത്രമേ ആംബുലൻസ് ഇവിടെ നിന്നും കൊണ്ടുപോകൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആംബുലൻസ് ഇപ്പോൾ ഇവിടെ കിടക്കുകയാണ്. മൃതദേഹം, മരിച്ച തോട്ടം തൊഴിലാളികളുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇപ്പോഴും ഇവിടെ തന്നെ കിടക്കുകയാണ്. പ്രതിഷേധക്കാരൊക്കെ ഇവിടെ തന്നെയുണ്ട്. അകത്ത് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രജിൻ, കാളിദാസൻ, ഇതിപ്പോൾ ചർച്ചയിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ വലിയ പ്രതിഷേധം നാട്ടുകാരുടെയും CPMന്റെ ഭാഗത്തുനിന്നൊക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ
ജീവനെടുത്ത കാട്ടാൻ അതൊരു ഒറ്റയാനാണെന്ന് പറയുന്നു. ഒറ്റയാനെ തുരത്തുന്നതിനിടെയാണ് ഈ പരുക്കേൽക്കുന്നതും പിന്നീട് ചികിത്സയിലിരിക്കെ രാജു മരിക്കുന്നതും. ആ സാഹചര്യം നിലവിൽ എന്താണ്? ഈ കാട്ടാനയെ തുരത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ജനവാസ മേഖലയിൽ നിന്നും? അവിടെ ഇപ്പോഴും ഭീതിയോടെയാണോ ആളുകൾ കഴിയുന്നത്? പ്രജിൻ, തീർച്ചയായും ഭീതിയുണ്ട്. കാരണം ഈ ഒറ്റയാൻ തന്നെ മുൻപും ഇത്തരത്തിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്, നിരവധി മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ഒറ്റയാൻ തന്നെ മുൻപും ഇത്തരത്തിൽ ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും കൂടിയാണ് പ്രദേശവാസികൾ അടക്കം പറയുന്നത്. ഇപ്പോൾ ഈ ഒരാഴ്ചയിൽ തന്നെ രണ്ടാമത്തെ മരണമാണെന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് വനംവകുപ്പും പെട്ടെന്ന് തന്നെ നടപടി സ്വീകരിക്കണം എന്നുള്ള ആവശ്യം അത്രത്തോളം പ്രതിഷേധക്കാർ ഉയർത്തുന്നുണ്ട്. ഇന്നലെ രാത്രിയോടെ തന്നെ ഈ ഒറ്റയാൻ ആ ഒരു ജനവാസ മേഖലയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടിയാണ് നാട്ടുകാരും പ്രതിഷേധക്കാരും ഒക്കെ തന്നെ പറയുന്നത്. വനംവകുപ്പ് ആ സമയത്തൊന്നും സ്ഥലത്ത് എത്തിയിരുന്നില്ല എന്നുള്ള ആരോപണം കൂടി പ്രതിഷേധക്കാർ ഉയർത്തുന്നുണ്ട്. എന്നിരുന്നാലും നടപടികൾക്കായി ഇപ്പോൾ അകത്ത് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം അടിയന്തരമായി ഈ ധനസഹായം പ്രഖ്യാപിക്കണം. അതോടൊപ്പം ഇതുകൊണ്ട് തീരുന്നില്ല, ശാശ്വതമായ പരിഹാരം, ഫെൻസിംഗ് അടക്കമുള്ള എല്ലാത്തരം സംവിധാനങ്ങളും എത്രയും വേഗം നടപ്പാക്കണം, അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കണം, അത്രത്തോളം ഉപയോഗക്ഷമമാക്കണം എന്നുള്ള ആവശ്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഉയർത്തിവരുന്നത്. മുൻ മന്ത്രി OR കേളു അടക്കം ഇവിടെ പ്രതിഷേധ സ്ഥലത്ത് ഉണ്ടായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.